അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലത്തെ ഒരു കിടിലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ. അപ്പോൾ തന്നെ 250 അരി ശർക്കര മൊത്തം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് പുളിക്കാനായിട്ട് 4 മണിക്കൂർ വയ്ക്കും. 250 പച്ചരിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 5 ഏലക്ക. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലത്തെ ഒരു കിടിലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ. അപ്പോൾ തന്നെ അമ്മ പറയും നമുക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കറക്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കാണിച്ചു തന്നാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 250 അരി ഇട്ട് നല്ലോണം കുതിർത്ത് രാവിലെ ഇട്ടതാണ്. കുതിർത്ത് എടുത്ത് കഴുകി വൃത്തിയാക്കി വച്ചിട്ട് കുറച്ച് ശർക്കര ആവശ്യത്തിന് ഇനിപ്പിന് വേണ്ടിയാണ്. ശർക്കര ഓരോരുത്തരുടെ ഇനിപ്പനുസരിച്ച് ശർക്കര ഇട്ട് ഉരുക്കി മാറ്റി വെച്ചത് ശേഷം തണുത്തതിന് ശേഷം അരിയിലൊഴിച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം അരച്ച് 4 മണിക്കൂർ പുളിക്കാൻ വെക്കണം. ശർക്കര ഉരുക്കാൻ വെച്ചത്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉരുക്കാൻ കുറച്ച് നേരം പിടിക്കുമോ അമ്മ? ശർക്കര മൊത്തം ഉരുകി വന്നിട്ടുണ്ട്. ഇതിന് തണുക്കണം. ഇത് തണുത്തിട്ടാണ് അതിൽ തണുത്തതിന് ശേഷം അരിയിലൊഴിച്ച് അരച്ചെടുക്കണം. ശർക്കരയും തണുക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടാണ് അരിയിൽ ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ബാക്കി വീഡിയോ. ഞാൻ ഉണ്ണിയപ്പത്തിന് ഉപയോഗിക്കുന്നത് മോറിസ് പഴമാണ്. മോറിസ് പഴവും ഏലക്കയും ശർക്കര ഉരുക്കിയതും അരിയിലൊഴിച്ച് നല്ലതുപോലെ അതിൻ്റെ കറക്റ്റ് പാകത്തിന് അരച്ചെടുക്കണം. എന്നിട്ട് 4 മണിക്കൂർ പുളിക്കാൻ വയ്ക്കണം. അതിന് ശേഷം 4 മണിക്കൂർ അല്ലേ? 4 മണിക്കൂർ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി തുടങ്ങും. അതിനുശേഷം ഉണ്ടാക്കി തുടങ്ങും. ഓക്കെ. അപ്പോൾ അരി നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അരയ്ക്കാനായിട്ടുള്ള. ഒരു 4-5 250 പച്ചരിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന 5 ഏലക്കയാണ് കേട്ടോ. ഇനി അടുത്ത് എന്തിനാ നമ്മളെ തണുത്ത ശർക്കര പനീയം. ശർക്കര നല്ല ശർക്കര, കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര. നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിട്ട് അടിക്കുക. പഴം ഞാൻ ഇടുന്നത് മോറീസാണ്. മോറിസ് പഴം. രണ്ട് പഴം ഇടുന്നുണ്ട്. ഇത് നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം അല്ലേ അമ്മ? നമ്മൾ അരച്ച് നല്ല തരി രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ തരി രൂപത്തിൽ. അപ്പോൾ ഇതിനി എന്ത് ചെയ്യാമോ നമ്മൾ 4 മണിക്കൂർ പുളിക്കാൻ വയ്ക്കണം. അപ്പോൾ നമുക്കിത് പുളിക്കാനായിട്ട് 4 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി വിടിയായിട്ട് നമുക്ക് വരാം. ഇനി എന്തിനാണോ തേങ്ങ അരിഞ്ഞ് നെയ്യിൽ വറുത്ത് ഇടണം. എള്ളും കൂടെ. അപ്പോൾ നെയ്യ് വിത്തണല്ലേ മാം? ഇത് വറുത്തെടുക്കാനാണ്. വറുത്തെടുക്കാൻ. ഇത് ഇളകിക്കൊണ്ടിരിക്കണം. ഇതിന് ചുവന്ന് വരണം. ചുവന്ന് വരണം. അപ്പോൾ നല്ലൊരു വയണ്ട് ചുവന്ന് വരണം അല്ലേ? നെയ്യുടെ നല്ല മണമുണ്ട്. അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കാം. കാരണം ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കുമല്ലേ അമ്മ? ഈ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഈ സാധനം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ തേങ്ങ നല്ലൊരു ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ലപോലെ ഇത് കരിഞ്ഞുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എള്ള് ഇട്ടിട്ടുണ്ട്, കഴുകിയിട്ട് എള്ള് ഇട്ടിട്ടുണ്ട്. അത് ഈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട്, കാരണം ചെറിയ ചൂട് മതി, അത് നല്ല വേവിച്ചെടുക്കുന്നില്ലല്ലോ നമ്മൾ രാവിലെ മറ്റേ പുളിക്കാൻ വേണ്ടി മാറ്റി വെച്ച ഇതിൽ തേങ്ങയും എള്ളും കൂടെ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് പറയണം കേട്ടോ. എന്നിട്ടല്ലേ നമുക്കിനി അതിലോട്ട് ഇടാനുള്ളത്, കല്ലിലോട്ട്. നല്ല മിക്സ് ചെയ്ത് എന്നിട്ട് വേണം ഇത്. എണ്ണ ചൂടായിട്ടല്ലേ അമ്മ ഇത് തരണം? അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് ഉണ്ണിയപ്പക്കല്ലിലോട്ട്. സൺഫ്ലവർ ഓയിൽ അല്ലേ? എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അതിലോട്ടിടാം.
ഇതിന് എത്ര സമയം കൊണ്ട് വേവും? അത് പൊങ്ങി വരുന്നുണ്ടോ? ഇനിയിപ്പോൾ നല്ല അത് പാകമാകുമ്പോൾ തന്നെ ഉണ്ണിയപ്പൊക്കെ പൊങ്ങി വന്ന് തുടങ്ങിയിട്ട് 2 വന്നു. ബാക്കിയുള്ളവർ വരാൻ കിടക്കുന്നേ ഉള്ളൂ. പാകമുണ്ട്. എല്ലാവരും വന്ന് ഇനി 2 പേരും കൂടെ അല്ലേ? 2 3 പേര്. അവരുണ്ട്. ഒരാളും കൂടെ വന്നു. അടുത്ത ആൾ പൊങ്ങി. ലാസ്റ്റ് മാൻ. ഓരോ ഒഴിക്കുന്നത് പോലെ നല്ല ഉണ്ണിയപ്പം. തിരിച്ചിട്ട് കൊടുക്കണം അല്ലേ? ഒരാൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ലാസ്റ്റത്തെ ആളാണ് നമ്മളിനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പുക വരണം വന്നു. ലാസ്റ്റത്തെ ആൾ വന്ന കേട്ടോ. ഇത് മൊത്തവും വെന്തിട്ട് വേണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഇത് ഉണ്ണിയപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഇതിലോട്ട് ഇടാല്ലേ? അപ്പോൾ ഈ എണ്ണ പിടിക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട്, അപ്പോൾ എണ്ണ കുറേയൊക്കെ ഇതിലങ്ങ് പിടിക്കും. അങ്ങനെ തണുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. നല്ല മണം പറഞ്ഞല്ലേ? അപ്പം നല്ല മണം ഉണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ. നല്ല മണം പറഞ്ഞുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ. അതിട്ടാമ മോറീസ് പഴം, മറ്റേ മോറീസ് പഴയത്തിൻ്റെ ആയതുകൊണ്ടാണ് നല്ല മണം പറഞ്ഞതെന്ന് പറയണത്. നമുക്കിനി കഴിച്ചു പോകാം. കഴിച്ചു നോക്കിയിട്ട് ബാക്കി ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങ് തീരും കേട്ടോ. അത് നമുക്ക് എല്ലാം കൂടെ വലിച്ചിട്ട് ട്രൈ ചെയ്യാം. ലാസ്റ്റ് ഉണ്ണിയപ്പം സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തണുത്തതിന് ശേഷം ബാക്കി. അപ്പോൾ ഫൈനലി നമ്മുടെ ഉണ്ണിയപ്പം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രൈ ചെയ്യാനായിട്ട് അച്ഛനുണ്ട്, അജിനുണ്ട്, മുഹമ്മദ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാം. അച്ഛാ കഴിച്ചു നോക്കാം. അച്ഛാ എങ്ങനെയുണ്ട്? അടിപൊളി. അജിനെ അടുത്ത അജിൻ കൃഷ്ണൻ എങ്ങനെയുണ്ട് അളിയാ? കൊള്ളാല്ലേ? മുഹമ്മദ് എങ്ങനെയുണ്ട് അളിയാ? നൈസ്. അത്യാവശ്യം ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, ഒരു കട്ടിയുണ്ട്, പക്ഷെ എന്നാലും കഴിക്കാൻ നൈസ് തന്നെ കേട്ടോ. അതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ കണ്ട നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഉണ്ണിയപ്പത്തിന് പോലെ. എടാ ഒരു ഉണ്ണിയപ്പം തുറന്നാണ് എൻ്റെ അകത്തുള്ളു. ഇതാണ് ഇതിൻ്റെ ഉള്ളു. നമുക്ക് ട്രൈ ചെയ്യാം. കൊള്ളാം ഗൈസ്, ഉള്ളത് പറയാം. സെറ്റ് കാണാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.